അവിടെ വെള്ളമുണ്ട്, മുഖമൊക്കെ ഒന്ന് കഴുകിട്ടു. വേദനയുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. എന്റെ പെട്ടിയിൽ മരുന്നുണ്ട്, നീ നോക്കട്ടെ. കുളിക്കാനുള്ളൊരു സംവിധാനമാണ്. ഈ വെള്ളം എവിടെന്നാ കൊണ്ടിരുന്നേ? ആ മല പോലെ കാണുന്നില്ലേ, അതിന്റെ അപ്പുറത്തൊരു കിണറുണ്ട്, കുറച്ച് നടക്കണം. ആ ബക്കറ്റിലുള്ള എടുത്തോ, ഞാൻ പിന്നെ കോരിക്കൊണ്ട് വന്നോളാം. നിങ്ങളൊരു നല്ല മനുഷ്യനാ. നിങ്ങൾ നല്ലതായതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് തോന്നുന്നത്. ആ പ്രാന്തമുള്ള ആളെ പോലും നിങ്ങൾക്ക് നല്ലവരായിട്ടല്ലേ തോന്നിയത്. എന്താ അത്? ഒന്നുമില്ല, ഒന്നുമില്ല. അതെ, തുടയ്ക്കാനായിട്ട് ഒരു ടവല് കിട്ടുമോ? ആ തോർത്തരാം ഞാൻ, തോർത്ത്. പിന്നെ എനിക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സ് വല്ലതും ഉണ്ടാവോ? ഡ്രസ് ഉണ്ടാവില്ലല്ലേ? കുഴപ്പമില്ല, നോക്കട്ടെ. ഇതോ
ഷർട്ടിന് ഇത്രയും ഭംഗിയുണ്ടോ? ഡ്രസ്സ് മാറ്റിയല്ലോ. ഇതിട്ടു. എവിടെയാ ശരിക്കുള്ള വീട്? വീട് ഇതാ. അല്ല, ഫാമിലി അങ്ങനെയൊന്നുമില്ല. അമ്മയുണ്ടായിരുന്നു, മരിച്ചുപോയി. ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ. എത്ര വർഷമായിട്ട്? ഒരു 5-10 വർഷം. 5-10? 5-10 ഇവിടെ ഒരുപോലെയാണ്. സമയം കാലമൊന്നും പോകുന്ന അറിയത്തില്ല. ഇവിടെ സമയം കാലം പോകുന്നൊന്നും അറിയില്ലെന്നോ? ആ, ട്രെയിൻ പോണ സ്പീഡിൽ പോവും. എന്താ ഇവിടെ ചെയ്യുന്നേ രാവിലെ മുതല്? ഞാൻ രാവിലെ 4:15 എണീക്കും. 4:45 ഗോമതി വരും. അതാരാ? ഗോമതി എക്സ്പ്രസ്. എപ്പോഴും വൈകിയ വരുന്നത്. ഒരു ദിവസം 16 മണിക്കൂർ വൈകി വരുന്നത്. പക്ഷെ ഞാൻ 4:15 എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി യൂണിഫോം ഇട്ട് നിൽക്കും. ഗോമതി പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കൊന്നുമില്ല. വല്ലപ്പോഴും ഒരു ഗുഡ്സ് ട്രെയിൻ വന്നായി. പിന്നെ ബാക്കി സമയമൊക്കെ എന്താ ചെയ്യുന്നത്? എനിക്ക് കുറച്ച് കൃഷിയുണ്ട്, കുറച്ച് പച്ചക്കറി, കുറച്ചേ ഉള്ളൂ. ഇവിടെ അടുത്താ, ഞാൻ കാണിച്ചു തരാം. പിന്നെ എനിക്ക് 3 ആടും 6 കോഴിയുണ്ട്. ആടും കോഴിയൊക്കെ ഉണ്ടോ ഇവിടെ? അതുകൊണ്ട് ഇതുപോലെ പാലും മുട്ടയൊക്കെ കിട്ടും. പാല് ഞാൻ നേരത്തെ എടുത്ത് ഉറവഴിച്ചു പോയി. അതാ കട്ടൻ തന്നെ. എനിക്ക് ചോറിന് തൈരുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട. കൊള്ളാം. ഒറ്റയ്ക്കാണെങ്കിലും വളരെ ചുറ്റോട് കൂടിയുള്ളൊരു ജീവിതം അല്ലേ?